നമുക്കൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ മധുലാൽ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഈ വിഷയം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 വർഷമായി ഇത് ഈ വയറ്റിലിട്ടുകൊണ്ടിരിക്കുകയാണിത്. നമ്മൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് അധികമായ കഠിനമായ വയറുവേദനയും ഇതൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ മകൻ്റെ കല്യാണമായിരുന്നു. അതുമായിട്ട് സംബന്ധിച്ച് ഉള്ളൊരു യാത്രകളൊക്കെ ചെയ്തു വന്നപ്പോൾ അമിതമായിട്ട് വയറുവേദന അനുഭവപ്പെടുകയും അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇതിന് പോയി. ഇതിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവർ നമ്മളോട് പറഞ്ഞത് വയറുവേദനയാണ്. ഉടനെ തന്നെ ഒരു മെഡിസിൻ ഇഞ്ചക്ട് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു വിടുന്ന ഒരു പതിവായി 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ടും വയറുവേദന സഹിക്കാൻ മേലാതാണ് ഇന്ന് നമ്മുടെ ഒരു ഡോക്ടറുടെ വീട്ടിൽ ചെല്ലുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന് നമ്മുടെ എക്സ്റേ എടുത്തപ്പോഴാണ് അറിയാനിടയായത്. ഇങ്ങനെ വയറ്റിൽ ഒരു കത്രികയുണ്ട്. അത് ആരോടും പറയേണ്ട, തിങ്കളാഴ്ച രാവിലെ വരിക, രാവിലെ വന്നു കഴിഞ്ഞാൽ ആരോടും പറയാതെ തന്നെ നമുക്കിത് സോൾവ് ചെയ്ത് തന്നാളാം എന്നുള്ള ഒരു പറയുന്ന പോലെ തിങ്കളാഴ്ച രാവിലെ വന്ന് ഇത് പരിഹരിക്കാമെന്ന രീതിയിൽ ഡോക്ടർമാരൊക്കെ തന്നെ ഒരു പരിഹാര മാർഗം എന്ന രീതിയിൽ ഏറ്റവും ഒടുവിൽ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്കൊപ്പം നാട്ടുകാർ അയൽവാസികളൊക്കെ തന്നെ. ചേച്ചി ഈ വിഷയത്തിൽ എന്താണ്? അതെ അതെ, ചേച്ചി അറിയാം? പിന്നെ അറിയാം, ദീർഘനാളായി അറിയുന്ന ഒരു വിഷയമാണ്. ചേച്ചി എപ്പോഴും പറയാറുണ്ട് വയറുവേദനയാണ്, ബ്ലീഡിംഗ് ഉണ്ട് എന്നൊക്കെ എപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത വണ്ടാനം നിങ്ങൾ ഉൾപ്പെടെ നിരന്തരം ആശുപത്രിയിൽ ചികിത്സ തേടുന്ന, പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജ് ആയിരിക്കും, തൊട്ടടുത്താണല്ലോ. അപ്പം ആശുപത്രിക്കെതിരെ പരാതി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഞങ്ങളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾ ഇത് കേട്ടപ്പോൾ ശരിക്കും പേടിയാണ് തോന്നിയത്. എനിക്കും ഇതേപോലെ തന്നെ 2 സിസേറിയൻ ആയിരുന്നു. നമ്മൾക്കും പെട്ടെന്നുണ്ടായത് നമ്മളുടെയും വയറ്റിലിങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ആശങ്കയാണ് ഉണ്ടായത്. ശരിക്കും പേടിയാണ്. ഇപ്പം ഇത് കേട്ടപ്പോൾ നമുക്ക് ശരിക്കും പേടിയാണ് വന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ സ്ത്രീകളുടെ അവസ്ഥ ഇത് കണക്ക് തന്നെ ആയിരിക്കുമല്ലോ. ചേച്ചി, തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. ചേച്ചി പലപ്പോഴും പറയാറുള്ളത്, ഈ കഴിഞ്ഞ നേരത്തെ പറഞ്ഞത് തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് ചേച്ചിക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. നമ്മളോട് സ്ഥിരം എപ്പോഴും പറയുന്നതാണ് പുള്ളിക്കാരി, നമുക്ക് വയ്യ, നിൽക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും പുള്ളിക്കാരി നമ്മുടെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്. ശരിക്കും വേദനയായിട്ട് തന്നെ അവർ വന്ന് പറയുന്നത്. എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാറുമുണ്ട്. ഇവിടുന്ന് എപ്പോഴും മകനാണ് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. ചില രാത്രി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചില രാത്രി കാലഘട്ടങ്ങളിൽ ഗ്യാസാന്ന് പറഞ്ഞായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. കുറെ കഴിയുമ്പോൾ തിരിച്ചു വരും. ഇത് കണക്കാൻ ഇങ്ങനെ മെഡിസിൻ എടുത്തോണ്ടിരിക്കുവാണ് അവരെല്ലാ ദിവസങ്ങളിലും. ചേച്ചി ഇവിടെ ദീർഘനാളായിട്ട് താമസമുള്ള ആളാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമേ ആയുള്ളൂ. അവർ നമ്മുടെ അറവാട് കിഴക്ക് വശത്താണ് താമസിക്കുന്നത്. വീട് ശരിയല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറി താമസിച്ചാണ്. വീടാണ്. ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ പറയുന്ന പോലെ മാധു, നാട്ടുകാരുൾപ്പെടെ വലിയ ആശങ്കയിലാണ്. കാരണം ഇവർക്ക് പുന്നപ്രയിലാണെങ്കിൽ തൊട്ടടുത്താണ് വണ്ടാനം മെഡിക്കൽ കോളേജുകൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ തന്നെ ചികിത്സ തേടുന്ന ഒരു ആശുപത്രിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ദുരനുഭവം ആശുപത്രിയിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ ഒക്കെ ആശങ്ക നാട്ടുകാർക്കുണ്ട്. കാരണം ഈ ഉഷചേച്ചി ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസമായി ഇവിടെ നിൽക്കുന്നു. പക്ഷേ നിരന്തരം ആശുപത്രിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ചികിത്സ തേടാൻ വേണ്ടി, ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്ന കാഴ്ചയൊക്കെ തന്നെ അയൽവാസികൾ പതിവായി കാണുന്നതാണ്. പലപ്പോഴും ഗ്യാസ് ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമാണ് എന്ന് പറഞ്ഞൊക്കെ തന്നെ തിരിച്ചു വന്ന് മരുന്ന് കഴിച്ച് ആ വേദന കടിച്ചമർത്തുന്നത് പതിവായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഏതായാലും അത്തരത്തിൽ നിരന്തരമായി കഠിനമായ വേദന ഒക്കെ തന്നെ സഹിച്ച് അത്രയും പ്രായമുള്ളൊരു ചേച്ചി ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. പക്ഷേ ഈ 5 വർഷത്തിനിടയിൽ ഒരു പരിഹാരം പോലും കാണാൻ കഴിയാതെ ഇത് ദീർഘനാളായി ഈ വേദനയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം അത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുൾപ്പെടെ ഇത്തരം ആശുപത്രികളിലുള്ള വീഴ്ചകൾ, നേരത്തെ നമ്മൾ ഇതിനു മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാളുടെ കാലിൽ തറച്ച ചില്ല് കാണാത്തതിനെ തുടർന്ന് കാണാതെ മുറിവ് തുന്നിക്കിട്ടിയെന്നുള്ള വാർത്ത, അതും വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്ന ഒരു പ്രധാന പരാതിയായിരുന്നു. ഒപ്പം അത്തരത്തിൽ നിരവധി വാർത്തകൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരം ഒരു അർച്ചനയ്ക്കപ്പുറം ഇതേ സംഭവം, അതായത് കത്രിക വയറ്റിൽ കുടുങ്ങി മറന്നുവെച്ചു എന്നുള്ള വാർത്ത. 5 വർഷം അതിന്റെ കഠിന വേദന അനുഭവിച്ചു. ജോലിക്ക് പോലും പോകാനും കഴിയാത്ത, തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്. അതായത് ആ രീതിയിൽ ജോലിക്ക് പോലും പോകാനും കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതിനിടയിൽ അവർ അനുഭവിക്കുന്നു. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇത് കണ്ടെത്തിയ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞ പരിഹാരം മറ്റാരോടും പറയരുത്, അടുത്ത തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തി ഈ കത്രിക പുറത്തെടുത്ത് പരിഹരിക്കാമെന്നുള്ളതാണ്. അതായത് 5 വർഷത്തെ വീഴ്ച മറച്ചു വെക്കാൻ അവർ നൽകിയ പരിഹാരം 2 ദിവസത്തെ കൂടി കാത്തിരിപ്പ് നടത്തിയ ശേഷം ഈ കത്രിക പുറത്തെടുക്കാമെന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എത്രത്തോളം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇവരൊക്കെ സംഘടനാ രംഗത്തൊക്കെ വളരെ സജീവമാണല്ലോ. അപ്പോൾ 1-ാം നമ്പറിനുള്ള പ്രശ്നം മറ്റാരും അറിയരുത്.
മധു, ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് എന്തായാലും ആലപ്പുഴ ഉൾപ്പെടെ കടക്കുമെന്നുള്ളതാണ്. പ്രധാനമായും കോഴിക്കോട് നേരത്തെ അർച്ചനയുടെ വിഷയത്തിൽ വലിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരമൊരു വിഷയം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ കഠിനമായ ഒരു വേദന 5 വർഷമായി ഒരു സ്ത്രീ അനുഭവിച്ചു, അതും ആശുപത്രിയുടെ വീഴ്ചയുണ്ടായിട്ട് അത് മറച്ചുവെക്കാൻ പോലും ശ്രമമുണ്ടായി നടക്കമുള്ള പരാതി കൂടി ഉയർന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളോട് നേരത്തെ പ്രതികരിച്ചത് ഇവിടുത്തെ BJPയുടെ വാർഡ് മെമ്പറാണ്. അങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഒരു വലിയ സമരത്തിലേക്ക് എന്തായാലും ആലപ്പുഴ മാറും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരാതി ഉൾപ്പെടെ വിവിധ പരാതികൾ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇത് അതിനപ്പുറം ഏറ്റവും വലിയൊരു വിഷയമായി തന്നെയായിരിക്കാം ഒരുപക്ഷേ നമുക്ക് പറഞ്ഞു വെക്കാനുണ്ടാകുക. കാരണം 5 വർഷമായി ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക എങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു, അവർക്ക് സ്വന്തം ഒരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല, മാത്രമല്ല സ്വന്തം കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പല ഡോക്ടർമാരെ കണ്ടു. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ 2021 ഈ ശസ്ത്രക്രിയ നടന്നെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വേദന ഉണ്ടായപ്പോൾ, ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ പല ഡോക്ടർമാരെ മാറി മാറി കണ്ടപ്പോഴൊന്നും തന്നെ എന്താണ് ഈ പ്രശ്നം എന്നൊരു നിഗമനത്തിലേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ട് വീഴ്ച പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 5 വർഷത്തിനിടയിൽ ഇന്നലെയാണ് ഇത്തരത്തിലൊരു സ്കാനിംഗ് നടത്തിയതിന് പിന്നാലെ ഇത്തരമൊരു കത്രിക വയറ്റിലുണ്ട് എന്ന കാര്യം. അതായത് 5 വർഷമായി വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്.